അങ്ങ് അറ്റം വരെ നമുക്ക് കടലിൽ പോകട്ടെ ഈ നേരത്ത് വന്നാൽ. ഇപ്പോൾ ഇവിടെ ഒരു 4-4:30 ആയിട്ടുള്ളൂ. ഇനി നമ്മൾ തിരിച്ചു വരാറാകുമ്പോഴേക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമൊക്കെ വെള്ളം കയറി തിരിച്ചു വരും. അപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, നമുക്ക് അങ്ങ് അറ്റം വരെ പോവാം. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാം വെള്ളം ഇങ്ങ് എത്തിയിട്ടുണ്ടാവും. കടലിങ്ങനെ ജസ്റ്റ് ബാക്കിക്ക് പോയിരിക്കുക. വേലിയിറക്കം അങ്ങനെ വേലിയിറക്കാണ് തോന്നില്ലേ ഇപ്പം. ഇനി അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഈ കരഭാഗമായിട്ട് കിടക്കണോടൊക്കെ വെള്ളമാവും. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഫുൾ വെള്ളത്തിലൂടെ വേണം വരാൻ. ഇത് നല്ല രസമാട്ടോ, കടലിൻ്റെ അങ്ങ് അറ്റം വരെ പോവാം. അക്കു ചേട്ടാ, അക്കു ഇങ്ങോട്ട് നോക്കി, കാലിൽ കുപ്പിച്ചില് പോലെ എന്തെങ്കിലും കുത്തുട്ടോ. കുപ്പിച്ചില്ലല്ല, ഇവിടുത്തെ ഇങ്ങനെ ഹാർഡായിട്ടുള്ള കല്ലുകളുണ്ട്, അതിലൊക്കെ കുത്തും. അക്കുനി ഹവായി ചപ്പല് വേണം അമ്മേന്റെ. ആജു വന്നില്ല. ചെറിയ ചെറിയ കക്കകളൊക്കെ ആട്ടോ കാണുന്നേ, കുഞ്ഞി കക്കകൾ. ഇതിനൊക്കെ ജീവനുണ്ട് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഇതാ, ഇതിനൊക്കെ ജീവനുണ്ട് കേട്ടോ. ഇതൊക്കെ അനങ്ങുന്നുണ്ട് കണ്ടോ, ഇളകുന്ന കണ്ടോ, ഒക്കെ ജീവനുണ്ട് കണ്ടോ. വലിയ ശംഖൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ ശംഖുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ശംഖുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ജീവനുണ്ട് കേട്ടോ, ഇതിലൊക്കെ ജീവനുണ്ടേ. വേഗം വാ, ഞങ്ങൾക്കെന്തൊരു താമസം. ആ കളിക്കാൻ പോയിട്ട് അവന് വയ്യ കേട്ടോ, മേൽവേദനയാണ്. ഇവിടെ നിറയെ ശംഖും ആ സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ. അതാ അവരങ്ങ് എത്തി. ഇതൊക്കെ എന്താണോ, പായൽ പോലത്തെ ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഈ പോയോടൊക്കെ ഇപ്പം അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയല്ലേ. ഇനി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെ ഫുള്ളാവും കേട്ടോ. ഇതൊക്കെ കടലിൻ്റെ അടിയത്തെ സാധനങ്ങളാണ് ശരിക്കും. അവിടെ എന്തൊക്കെയോ ഗവേഷണം ഉണ്ടല്ലോ, അവരെന്തോ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ സു സുഭാഷ് ഏട്ടാ, അതെന്താ? ഇത് കണ്ടോ, ചിപ്പി എന്ന് പറയുന്ന സാധനം. നമ്മളെ പേൾക്കത്തറിന്റെ മോഡലില് സാധനം ഉള്ളത് ഇങ്ങനെയാട്ടോ. ഇങ്ങനെ പേൾക്കത്തറിന്റെ അവിടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, അതുപോലെ ഉണ്ട്. ഇവിടെ നോക്ക്, ഇത് കണ്ടോ, പേൾക്കത്തറിന്റെ വലിയൊരു സിമ്പിൾ കണ്ടിട്ടില്ലേന്നോ? പേൾ ഇതിന്റെ ഉള്ളിലുണ്ടാവുക പറയാ. ഇല്ല, ഇതിന്റെ ഉള്ളിലാ പേൾ ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ ചെറുതാണ്, ഇതിന്റെ വലുത് വേണം. നന്ദാ അത് നോക്ക്, അയാൾ എന്താ സൂപ്പർക്കുന്നേ? ഇത് ജീവനുള്ള കിട്ടിയോ അവർക്ക്? ആ ഇതാക്കണ്, നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇതാണ്, ഇത് ജീവനുള്ളതാ. അല്ല, ഇത് അടഞ്ഞു കിടക്കുന്നത് ഉള്ളതാ ആണോ? ഓരോതൊക്കെ വരണേ. നമുക്കൊരു കവറും കൊണ്ട് വരായിരുന്നല്ലോ. അതിന്റെ ഉള്ളിലുണ്ടാവും. തുറക്കുന്നത് ജീവുള്ള സാധനം, അത് ജീവുള്ളത്. അക്കുനത് അറിയില്ലേ? ആ ഇത് വേവിച്ച് ഇതിന്റെ ഉള്ളിൽ അവർ കഴിക്കും, ഫുഡായിട്ട് നമ്മൾ കഴിക്കും. കുറച്ചെത്തിയപ്പോഴേക്ക് വെള്ളം പിന്നെയും കയറിയിട്ടുണ്ട്. ഭയങ്കര കളറായി പോയി അക്കുട്ട ബനിയൻ കേട്ടോ. തെറിപ്പിച്ചോൻ മീനൊന്നും ഉണ്ടാവില്ല. അന്ന് നടന്നോ? ഇതൊക്കെ കണ്ടോ, പുറ്റു പോലത്തെ സാധനങ്ങള്. ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാക്കൂ. നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, ജീവനുള്ള തോന്നുന്നു. സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. ചെരുപ്പൊക്കെ ഊരി നടക്കുകയാണ്. നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴേ ജീവുള്ള സാധനത്തിനെയാണോ ചവിട്ടണമെന്നൊരു ടെൻഷനാണ് കേട്ടോ. ഞങ്ങൾ വന്ന സ്ഥലം കണ്ടില്ലേ. ഇനി ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ഇവിടെ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പം നടക്കാനുള്ള ദൂരമാണ് ഇത്. കടൽ കഴിഞ്ഞിട്ട് കടലിൻ്റെ ഒരു കര, എന്നിട്ട് പിന്നെ അപ്പുറത്ത് ഇനി കുറേ ദൂരം നടക്കാൻ പറ്റും ഉള്ളിലേക്ക്. കടലിൻ്റെ ആഴമില്ലാത്ത ഏരിയയാണ് എല്ലാം. വലിയ തിരയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നാട്ടിലത്തെ പോലെ തിരയടിക്കുന്ന പ്രശ്നമൊന്നുമില്ല.
ഒരു ഞണ്ട് ചേട്ടൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില്. ഒരു ഞണ്ട് ചേട്ടനെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ആ അതാ പോണു. ആ ഞണ്ട് ചേട്ടൻ. ഇതാണ് ഞണ്ട് ചേട്ടൻ. ഇതൊക്കെ കാലിൽ കടിക്കുണ്ടാവും, നമ്മൾ ചവിട്ടുണ്ടാവും കേട്ടോ. ഓ എനിക്ക് പേടിയാണ് ഞണ്ടിനെ കണ്ടിട്ട് നടക്കാൻ പേടിയാവാ. ഫ്ലൈറ്റൊക്കെ പോണല്ലേ. തുറന്നതാ. അക്കു ഇങ്ങനെ ഒരു ഓട്ടോ ഓടിയിട്ടാട്ടോ അജുവിനെയൊക്കെ നനച്ചത്. കണ്ടോ ഇനി കര, ഇനി വീണ്ടും കരയാണ് കേട്ടോ. ഇനി കുറേ ഏരിയ കരണ്ട്, എന്നിട്ട് പിന്നെയും കടല്. നമ്മൾ ആ ഷെഡ് കിട്ടി അവിടെ നിന്നോട്ട് നടക്കുക കേട്ടോ അങ്ങോട്ട്. ഡെഡ് ബോഡീസാട്ടോ, ഒന്നുമില്ല. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമാവും. കണ്ടോ ഫ്ലൈറ്റ് തുരുതുരാ പോകുന്നുണ്ട്. കണ്ടോ നന്ദ കടലിൽ വരുന്നത് വെള്ളത്തിൽ കളിക്കാനല്ല, കൂടുതലായിട്ട് മണ്ണ് കളിക്കാനാ. നന്ദയ്ക്ക് മണ്ണിൽ കളിക്കണം, അതിനാണ് ഉപ്പ് വെള്ളത്തിൽ പോണതെന്നാ പറയാ കേട്ടോ. ഓരോരോ ഭംഗിയുള്ള ജീവികള്. വീണ്ടും വെള്ളം, അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞി കരണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നല്ല കടൽ വരുന്നത് കേട്ടോ. ഫ്ലൈറ്റ് കുറേ വരുന്നും പോകുന്നുണ്ട്. കണ്ടോ ഇനി വെള്ളം തുടങ്ങി. ആ ചെറിയ തിര വരുന്നുണ്ട് അല്ലേ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എന്താ എനിക്ക് കുറച്ചും കൂടി അവിടെ നല്ല തിരണ്ട്, അവിടേക്ക് പോവാം. വാ അവൾ അങ്ങനെ വരാന്നാ ഉദ്ദേശിക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ തിരയടിച്ചടിച്ച് ഇങ്ങനെ കണ്ടോ, ഈ കടൽ ഇങ്ങനെ മൂടി മൂടി അങ്ങ് വരെ വരും കേട്ടോ. കൂടിക്കൂടി വരുന്ന കണ്ടില്ലേ വെള്ളം. ഈ വെള്ളത്തിൽ കിടന്ന് നന്ദ ഉപ്പ് വെള്ളം ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അന്ന് പറഞ്ഞത് ചെവിയിലൊക്കെ ആവില്ലേന്ന്. കടലിലൊക്കെ അങ്ങോട്ട് കുളിക്കലുണ്ട് കേട്ടോ, പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വല്ലാതെ ഒന്നും അങ്ങനെ ഉപ്പ് ആയിട്ട് പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അവള് ചെറിയ കുട്ടിയാവുമ്പോഴേ നമ്മൾ കടൽ വെള്ളത്തിൽ ഇടാറുണ്ട്. അക്കു അപ്പേക്ക് അവിടെ പോയി ചാടി കേട്ടോ. ഇത് പേടിക്കാനുള്ള ആഴൊന്നുമില്ല കേട്ടോ. കണ്ട ആൾക്കാരെ അവിടെയൊക്കെ കണ്ടോ, അത്രയും അപ്പുറത്ത് വരെ നമ്മളിങ്ങനെ ദൂരേക്ക് പോവും ആൾക്കാർ. അവിടെ ഒന്നും ആഴമില്ല. നല്ല എന്താ പറയാ, നല്ല ഭംഗിയുള്ള കടൽ കേട്ടോ. നല്ല കളർ ചേഞ്ച് പോലെ തോന്നും വെള്ളത്തിന്. നല്ല കളേഴ്സ്, വയലറ്റും നീലിയും. ഉപ്പുണ്ടോ? എനിക്ക് തൊട്ട് നോക്കണ്ട, വേണ്ട വേണ്ട, നീ തൊട്ട് നോക്കിയാൽ മതി. ആ ഉപ്പുണ്ട് എന്നാ പറയണ നക്കി നോക്കിയിട്ട്. നടുവില് കുറച്ച് കര കണ്ടോ, വെള്ളത്തിന് ചുറ്റിപ്പറ്റി. മങ്കിയെ ഫുൾ വെള്ളത്തിലാണല്ലോ. അച്ഛനും മോളും പരസ്പരം മങ്കിയെന്നാ വിളിക്കുക കേട്ടോ. അജു സാറേ ചാടുണ്ടോ?
ആ ഞാൻ പിടിക്കാം, ഈ ചാടിക്കോ. ആ കരയിൽ വെച്ചാ മതി, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അതിനെന്താ, ഇന്റതും കുഴപ്പമില്ല. വേണ്ട. അജോ വേണ്ടട്ടോ, അജോ വേണ്ട ജോ. എന്തേ അടിച്ചു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഉപ്പുവെള്ളാണ്. ഒന്ന് എന്താ നീന്താണോ തുഴയാണോ? നീന്തൽ ഇങ്ങനെയാണോ നീന്താ? ഇതാണോ നീന്തല്? ആ കാലൊക്കെ നോക്ക് കേട്ടോ. ഇവിടെ ചെറിയ പുറ്റുണ്ട് സു, ചെറിയ പുറ്റുണ്ട്, നല്ല വേദന കേട്ടോ ഈ പുറ്റിന്. ഈ ചെറിയ പുറ്റുകളുണ്ട്, നല്ല വേദനയാ. അക്ക് പൊങ്ങി കിടക്കണ കാണിക്ക്. കളറ് വ്യത്യാസം അറിയോ? എൻ്റെ ഫോണിലെടുക്കുന്ന പിക്ചേഴ്സിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പല നിറം ഫീൽ ചെയ്യുന്നു കടലിന്. നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും. ഉപ്പുവെള്ളം കുടിക്കേണ്ട നടക്കും. ചെറിയ തിരയുള്ളൂ, പക്ഷെ എന്നാലും കുഞ്ഞി തിര വരുന്നുണ്ട് കേട്ടോ. ചാവി വെള്ളത്തിൽ പോയോ? പോയില്ലേ? എന്നാ ഞാൻ എവിടെ ഇടും? ആ വാച്ച് നനയില്ലേ സു? എല്ലാം പിടിക്കണത് ഞാൻ കേട്ടോ. വീഴുന്ന തറക്കിലായിട്ടുള്ള പവറില്ല. അജുമാമ അവൾക്ക് പേടിയായിടാ വെള്ളം കൂടുതൽ കണ്ടപ്പോളേ. അവള് തിരിച്ചു കയറി മെല്ലെ. അജുമാമ പേടിയാവണമെന്ന്. പേടിയാട്ടോ. വേണ്ട വേണ്ട, പോണ്ട പോണ്ട. കുട്ടി കരയിലേക്ക് പോയിക്കോ. കരയിലേക്ക് പോണോ? കൈ പിടിച്ചാൽ വേണ്ടി നടന്നു പോയാ മതി. വീഴും വീഴും വീഴും. മെല്ലെ മെല്ലെ നടക്ക്. എന്താ വേണ്ട? ആരാ പൊന്നൂനെ കാട്ടണത്? ഉപ്പുവെള്ളം കാട്ടുണ്ടോ? ഉപ്പുവെള്ളം എന്താ ചെയ്യണേ? ആ ഉപ്പുവെള്ളം ഉന്തിടാൻ നോക്കുന്നുണ്ടോ? ഉപ്പുവെള്ളം ഉന്തിടാൻ നോക്കുന്നുണ്ട്. ആ ഉപ്പുവെള്ളത്തിനോടാണോ പോടാ പറയണേ? പോടാന്ന് വിളിക്കണോണ്ടാണ് ഉപ്പുവെള്ളം ഉന്തിടാൻ നോക്കുന്നേ.
അവിടെ ചെവിയിൽ വെള്ളം പോവും. ഉപ്പുണ്ടോ? നല്ല ഉപ്പുണ്ടോ? സാൻഡ് ബാത്തിന് വന്ന മദാമയാണ്. ആ നന്ദി ഒന്ന് അജീനെ മണ്ണോണ്ട് തേക്കട്ടെ. അതിനൊന്ന് കുളിപ്പിച്ചെടുക്കടാ. പുറമെ കാറ്റടിക്കുമ്പോ ഭയങ്കര തണുപ്പ്. നീന്തണ തുഴയാണോ? ആ ചെരുപ്പിട്ടോണ്ടല്ലേ പൊങ്ങി കിടക്കണേ. അത് വെള്ളത്തിൽ പൊങ്ങി. പിന്നെ എന്തിനാ പെണ്ണ് കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉപ്പടും. വലിയ വലിയ കള്ളന്മാരെ വന്നിട്ട് ഞങ്ങളെ തള്ളിയിടാൻ നോക്കുകയാണ് ദൈവം. പക്ഷെ ഞങ്ങൾ വീഴൂല കേട്ടോ. ഞങ്ങളിങ്ങനെ പോകൂല. എന്താ അതാ മൂക്കിലും വെള്ളത്തിലൊക്കെ ചാടിക്കോ. ചാടി ചാട്. അന്റെ ഫോൺ വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ലാന്നല്ലേ ഈ പറഞ്ഞേ? ഇപ്പൊ കറക്റ്റ് മങ്കീന്റെ കുട്ടിയായി. വേണ്ട, തൽക്കാലം അവിടെ നോക്കണ്ട. പോടാ.
എനിക്ക് ഇറങ്ങണ്ട. തിരിച്ചു പോകുമ്പോ നമ്മൾ ആ ചവിട്ടിയ കരകളിലൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. ആ സൂര്യൻ താഴെത്തുമ്പോഴാ ഉദ്ദേശിച്ചേ? ആ സൂര്യൻ താഴെത്തുമ്പോ പോവുത്രേ. അയ്യോ കുട്ടി, എടാ കുട്ടിയടാ. വെള്ളം എന്റെ ഫോണ്. എടാ വിട്. അടിപൊളിയാണോ? വെള്ളത്തിൽ മുങ്ങണങ്ങനെ കളിക്കാൻ മര്യാദയോട് പറയണ പോക്കി കിടക്കട്ടെ. അജുമാവൻ അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഈ ചെക്ക് തൊടാൻ വരാണ്. അങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയാണ് അജുമാവൻ കിടക്കുന്നത്. പൊങ്ങ് പോലെ കിടക്കുകയാണ് അജുമാവൻ. അജുമാവന്റെ ആ ഭാരമൊക്കെ എവിടെ പോയി? ആ 100 കിലോ. അജുമാവൻ ധ്യാനത്തിലാണ്, സംസാരിക്കൂല. അത് സംസാരിക്കോ പൊങ്ങി കിടക്കുമ്പോ? എന്താ സംസാരിച്ചത്? അക്കോ വേണ്ടട്ടോ, സംസാരിക്കാൻ കുഴപ്പമില്ല. നോ സീൻ. എത്ര നേരം താങ്കൾക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കാൻ പറ്റും? കണ്ണ് നീറുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. തട്ടിപ്പായിരുന്നു ഈ ചെരുപ്പിട്ടിട്ടുള്ള തട്ടിപ്പായിരുന്നു ഈ കണ്ടതൊക്കെ കേട്ടോ അജുമാമന്റെ. ആ ചെരുപ്പിടാതെ കിടന്നേന്നാ. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പരസ്പരം ഉപ്പുവെള്ളം കുടിപ്പിക്കുകയാണ്. മകൾ അച്ഛനെ ഉപ്പുവെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഉപ്പാണല്ലോ. പിന്നെ ഓൾക്ക് ഉപ്പ് ഇഷ്ടമാണല്ലോ. വെറുതെ എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തല്ലേ? സ്കൂളിൽ പോകണ്ടല്ലോ. ഉപ്പ് തിന്നരുതിട്ടതെന്താ? ഉപ്പ് വെള്ളം അങ്ങനെ കുടിക്കല്ലേ പൊട്ടത്തിയേ. തുപ്പ്. എടാ ഇറക്കുന്ന സൂ. തണുക്കുണ്ടോ? ഇതെന്തിനാ മണ്ണാക്കുന്നേ? കണ്ണ് തീർന്ന് തേച്ചൊക്കെ മണക്കും. ചെരുപ്പ് ഈ തേച്ചോ സുഖ ചെരുപ്പ് ഇരുത്താ. ഓടി ഇരുത്താ. ഓടി 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 ചാടി ചാടി ഇമ്മക്ക് ചാടി ചെരുപ്പ് ഇമ്മക്ക് ചാടി ഓടി വാ. കമ്മോൺ. ഓടി 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 വാ. ഓടി വാ. ഇത് വേണം കൈപ്പെടാൻ. ആ ചെരുപ്പൊക്കെ തോന്നിയായിട്ട് അതന്നെ കൈ മുങ്ങൂല. കുട്ടികൾ മുങ്ങ അങ്ങനത്തെ ഒരു സാധനം കൈമിടല്ലോ കേട്ടാ. കൈ ഇങ്ങോട്ട് നീക്കിട്ട് കേട്ടോ. ഇങ്ങനെ ഇതൊന്ന് പോയി
പോയോക്ക് വെള്ളത്തിൽ മുങ്ങൂലേ. നീ പോയോക്ക് വെള്ളത്തിലേക്ക് പോയോക്ക്. കടന്നോക്ക് മാമന്റെ ചെരുപ്പ്. കടന്നോക്ക്. നീ മുങ്ങൂല. കടന്നോക്ക് മുങ്ങൂല. ഇത് പൊന്തി കിടക്കൂ. എടി അങ്ങനെയല്ല പൊട്ടത്തിയെ. മണ്ടൂസേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വാ. മതിയിടയ്ക്ക് അങ്ങോട്ട് വരാൻ വയ്യ. മതി മതി. എടാ ചെരുപ്പ് പോണ്. അത് ചെരുപ്പ് പിടിക്കട്ടെ. പറ്റില്ല. എന്താ ഇത് വറുത്ത് തരണമെന്നോ? ഓടുന്ന് ഇത് എവിടെ കിട്ടിയതാ? അക്കൂന് കിട്ടിയത് അത്ര മുങ്ങിയെടുത്തതാ അക്കു. ഇത് വറുത്ത് തിന്നാൻ പറ്റുമോ? പേടിയാട്ടോ. നീ ഒറ്റയ്ക്ക് വറുത്ത് തിന്നോ? എനിക്ക് പോണം മങ്കിയത്. മങ്കിയുടെ അച്ഛൻ പറഞ്ഞു. സുഭാഷേട്ടാ സൂര്യൻ പോയിട്ടോ. തുരുത്തിന് ഇതാ കുറച്ചും കൂടിയുള്ളൂ മൂടാട്ടോ. നമ്മൾ വന്നപ്പോൾ കരയായിട്ട് കിടന്ന സാധനമാണ് കേട്ടോ. വെള്ളം അങ്ങനെ കയറി ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മൊത്തം വെള്ളത്തിൽ കൂടെയോ അവിടെ എത്താം. വെള്ളത്തിൽ പൊങ്ങി കിടക്കുക കേട്ടോ സുഭാഷേട്ട. 2 കൈ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടെന്ന് മാത്രം. ഇങ്ങോട്ട് വാ. മതി വാ. തിരിച്ചു പോവാ. വാ വാ. മങ്കി ഇവിടുത്തെ പെറ്റ് നെയിം ആട്ടോ. എല്ലാരും പരസ്പരം മങ്കിയെന്നപ്പോ വിളിക്കുന്നത്. നന്ദ സൂനി വിളിക്കും, അജുവിനെ വിളിക്കും. മങ്കിയെ തൊട്ടിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഓട്ടേക്കോടെ സൂനെ വിളിക്കും. മങ്കിയെ വാ മങ്കി. അച്ഛൻ മങ്കിയെ വിളിക്കും. ഇത്ര സൂര്യൻ പോയടാ. ഓ സൂര്യൻ പോകുന്നത് വരെയാണ് അത്ര അനുവദിച്ചിട്ടുള്ള ടൈം. നന്ദ വായോ. വാ. നമുക്ക് റിവേഴ്സിക്ക് പോണോ ബേക്കിക്ക് പോണോ? അങ്ങനെ അതെ ബാക്കിക്കല്ല മുന്നോട്ട് വായോ. പോവാ. കഴുത്ത് ചുറ്റി പിടിക്കാൻ നന്ദ കഴുത്ത് ചുറ്റി. ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ. ഓ നരൻ ഞാനൊരു നരൻ. എഴഞ്ഞു നീങ്ങുന്നു സുഭാഷ് ചേട്ടൻ. റെഡി അല്ലേ മങ്കിയല്ലേ? നല്ലൊരു സോപ്പല്ലേ. കുറച്ചു തുണ്ടിങ്ങനെ മറക്കണേ. അക്കു ഇതാക്കണ പൊങ്ങി കിടക്കണ കേട്ടോ. അക്കുസേട്ടാ വായോ. എന്താ അച്ഛാ കുഴങ്ങിയോ? വണ്ടി കൂടെ വരട്ടെ. സുഭാഷേട്ടന് ഇന്ന് നല്ല എക്സസൈസ് ആണ് കേട്ടോ. കല്ലുപ്പുണ്ടോ മോളെ വീട്ടില്? കിഴി കുത്താനല്ലേ? നമുക്ക് രണ്ടാ കുടിക്കാൻ ഇങ്ങനെയാണോ പോക്കറ്റോ?
പിടിച്ചോ. വേഗം വാ, അങ്ങ് എത്തണം. ഇത്ര ദൂരം അങ്ങ് എത്തണം. ഇത് നിങ്ങൾ എഴഞ്ഞെത്തുവോ? വാ വാ വാ, പോവാ. ഇരുട്ടാവണേന് മുമ്പ് പോവാ. അയ്യോ, പുട്ടെവിടെ? എടാ പുട്ടെവിടെ? ആ, അതവിടെ ഉണ്ട്. അതിന്റെ ഷോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ട് വലിച്ചായിരുന്നു അല്ലേ? കല്ലുണ്ട്. വാ, നന്ദയ്ക്ക് പറ്റുമോ അങ്ങനെ? അക്കുച്ചേട്ടൻ കിടക്കണ പോലെ കിടക്കാൻ പറ്റുമോ? അക്കു വർത്താനം പറയാൻ പറ്റുമോ? നന്ദ, ഇരുട്ടായി, വാ പോവാ. എവിടെ ഇരുട്ട് കാണുന്നില്ല നീ? ദാ സൂര്യൻ പോയി, കണ്ടോ? സൂര്യൻ പോയി. സൂര്യൻ വീട്ടിൽ പോയി. വാ. എന്തിനാ കരയണേ? ഓള് വന്നോളും, നിലത്ത് വെക്കി. എന്തു പറ്റി? എന്തു പറ്റി? എന്ത് പറ്റിയവാ? ആയോ, കുപ്പി അമ്മ എടുത്തു. ആ, ഇതാ അമ്മ എടുത്തു. വാ, നീ വായോ. ഇനി ഇരുട്ടായ നമുക്ക് പോവാൻ പറ്റൂല. വേഗം വാ. വൺ ടു ത്രീ. ആ, വേഗം വാ, എണീറ്റ് വാ. മണ്ണാക്കല്ലേ ഇനി മേല്. വാ അങ്ങോട്ട്. അതിനി അവിടെ വെള്ളമുണ്ട്. ഇപ്പൊ നീ ഇറങ്ങ്, നടക്ക്, പോവാം. എന്റെ ബാറ്ററി കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ ബാറ്ററി തീർന്നു. വെള്ളം ഇങ്ങനെ കേറി വരുന്നത് നോക്കി. വെള്ളം ഇങ്ങനെ കേറി വരുന്നത് കണ്ടോ? ഈ ഭാഗം ഇങ്ങനെ മൂടി വരും. ഇനി ഞങ്ങൾ വെള്ളം എത്തുന്നതിന് മുമ്പ് തിരിച്ചു പോവാണ്. കരയിലേക്ക് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം. 5%. ഹായ്, അവിടെ നോക്കിയേ. അമ്മ എടുക്കൂല, നനഞ്ഞതാണ് നിങ്ങളൊക്കെ. നന്ദാ, അങ്ങ് എത്തണം നമുക്ക്. നടക്ക്, വേഗം നടക്ക്. അമ്മ എടുക്കൂല, അമ്മ നനഞ്ഞു പോകും. ആജു, അക്കൊരു കക്കി എടുത്തത് പൊരിക്കാറിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ജീവുള്ളൊരു സാധനം. അതിനെ നീ കൊന്ന് പൊരിച്ച് തിന്നും. വെള്ളത്തിലിരുന്ന് അതിനെ വെള്ളത്തിൽ തന്നെ കൊണ്ടിട്. എന്നാ നീ അതിനെ പൊരിച്ച് തിന്നാനൊന്നും പോണില്ല. വാ, അതിനെ വെള്ളത്തിൽ ഒഴിച്ച് കളഞ്ഞേക്ക്. അക്കുവിനെ ഒന്ന് സെന്റ് ആക്കിയപ്പോഴേക്ക് അക്കു വീണു കേട്ടോ. പിന്നെ അല്ലാതെ നീ അതിനെ പൊരിച്ച് തിന്നൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് കയറി. സുഭാഷ് ചേട്ടനും അക്കും വരുന്നേ ഉള്ളൂ. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു. ഞങ്ങൾ കര കണ്ടു. ഞാനും അജുവും നന്ദിയും ഇവിടെ എത്തി. ഇവിടെ കണ്ടോ വെള്ളം? ഇവിടേക്കൊക്കെ വെള്ളം കയറും. ഇനി ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള പാറക്കല്ല് പോലത്തെ ഒരു ഏരിയ ഉണ്ട് ഇതിൽ. ഇങ്ങോട്ട് എത്തിയപ്പം ഉള്ളിലോട്ട് പോകുന്തോറും നല്ലതായിരുന്നേ. ഇരുട്ടായിപ്പോയി. വരുന്ന വഴിക്ക് കുറേ ഞണ്ടുകളുണ്ടായിരുന്നു.
അക്കുവിൻ്റെ സ്കൂൾ തുടങ്ങാനും എനിക്ക് ഡ്യൂട്ടി തുടങ്ങണം ഇനി 2 ദിവസം കൂടെ. വെക്കേഷനായിരുന്നു.